ഹലോ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് മോഡുലേഷൻ എന്നും എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നും ഒക്കെ പഠിച്ചു. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്നാണ്. ഡെഫിനേഷൻ വെച്ച് പറയുകയാണെങ്കിൽ frequency modulation is defined as the process by which frequency of carrier wave is varied in accordance with the instantaneous amplitude of message signal. നമ്മൾ മോഡുലേഷൻ്റെ ഡെഫിനേഷൻ പഠിച്ചതനുസരിച്ച് നമുക്കറിയാം മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. അതേപോലെ കാരിയർ വേവ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. അപ്പം ഫ്രീക്വൻസി മോഡുലേഷനിൽ എന്താ ചെയ്യുന്നത്? കാരിയർസ് വേവിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുത്തും. എങ്ങനെയാണ് ചേഞ്ച് വരുത്തുന്നത്? മെസ്സേജ് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനനുസരിച്ചാണ് ചേഞ്ച് വരുത്തുന്നത്. അതായത് ലോ ഫ്രീക്വൻസി സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്ന നമ്മുടെ സാധാരണ ഓഡിയോ സിഗ്നലൊക്കെ അതിൽ വരുന്നതാണ്. ഈ സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂവിനനുസരിച്ച് നമ്മൾ ഹൈ ഫ്രീക്വൻസി സിഗ്നലായ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയിൽ വേരിയേഷൻ വരുന്നതാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയാം. അപ്പം നേരത്തെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പഠിച്ചത്? പ്രോസസ് ബൈ വിച്ച് ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ വേവ് ഈസ് വേരിയഡ്. അതായത് ആ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്തു. ഏതിനനുസരിച്ചാണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നലിനനുസരിച്ച് ആണ് കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറ്റിയത്. ഏതിൽ? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ. പക്ഷേ ഫ്രീക്വൻസി മോഡുലേഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയിൽ മാറ്റം വരും. എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ, അതായത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചാണ് മാറ്റം വരുന്നത്. അപ്പോൾ അതാണ് ഡിഫറൻസ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറ്റുന്നത് പോലെ ഫ്രീക്വൻസി മോഡുലേഷനിൽ കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയിലാണ് മാറ്റം വരുത്തുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ നമുക്കറിയാം മോഡുലേഷനിൽ നമ്മൾ സാധാരണ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് 3 വേവ്സ് അല്ലേ. ഫസ്റ്റ് വേവ് എന്ന് പറയുന്നത് കാരിയർ വേവാണ്, അതായത് ഹൈ ഫ്രീക്വൻസി വേവാണ്. പിന്നീട് നമുക്കൊരു മെസ്സേജ് സിഗ്നൽ ഉണ്ടാവും, അതാണ് നമ്മുടെ ഇൻപുട്ട് അല്ലെങ്കിൽ ഓഡിയോ സിഗ്നൽ എന്നൊക്കെ പറയുന്നത്. ഈ മെസ്സേജ് സിഗ്നലാണ്, ലോ ഫ്രീക്വൻസി സിഗ്നലാണ്. പിന്നീട് നമുക്കൊരു റിസൾട്ടൻ്റ് വേവും ഉണ്ടാവും. അപ്പോൾ 3 വേവുകളാണ് നമ്മൾ പഠിക്കാൻ ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വേവ് നമുക്ക് നോക്കാം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്, അതായത് ഇതാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് EM ആണ്. അതേപോലെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ സിഗ്നൽ, അതായത് ഹൈ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് EC ആണ്. ഇനി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമ്മൾ EFM ആക്കി എടുക്കുന്നു. അതായത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ EFM ആക്കി എടുക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തത് എഴുതാൻ പോവുകയാണ്. ഈ ഡെറിവേഷന് വേണ്ടി നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ മോഡുലേറ്റഡ് വേവ്, അതായത് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിൻ്റെ ഔട്ട്പുട്ടിലെ, അതായത് ഔട്ട്പുട്ട് വേവിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ട ഡെറിവേഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതി. നമുക്കറിയാം സൈൻ വേവിൻ്റെ ഇക്വേഷൻ സാധാരണ നമ്മൾ എങ്ങനെ എഴുതുക? E ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ E സൈൻ ഒമേഗ ടി, അതായത് ആംഗുലർ ഫ്രീക്വൻസി ഇൻറ്റു ടൈം അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എഴുതി ഈ ഫ്രീക്വൻസി മോഡുലേറ്റഡ് EFM ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ EC സൈൻ. പിന്നെ നമ്മൾ എഴുതിയത് ഫങ്ഷൻ ഓഫ് ഒമേഗ C, ഒമേഗ M ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ കാരിയർ വേവിൻ്റെ എന്തിലാണ് മാറ്റം വരുത്തുന്നത്? മോഡുലേഷൻ ചെയ്യുമ്പം കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയിൽ മാത്രമാണ് മാറ്റം വരുത്തുന്നത്. ആംപ്ലിറ്റ്യൂഡിൽ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? ഇല്ല, ആംപ്ലിറ്റ്യൂഡിൽ ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ റിസൾട്ടിംഗ് വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് എന്ത് തന്നെയാണെന്ന് പറയാം? EC ആണെന്ന് പറയാം. ഒന്നും കൂടെ പറയാം. ഫ്രീക്വൻസി മോഡുലേഷനിൽ നമ്മൾ എന്തു മാത്രമേ മാറ്റുന്നുള്ളൂ? ഫ്രീക്വൻസി ഓഫ് കാരിയർ വേവ് മാത്രമേ മാറ്റുന്നുള്ളൂ, ആംപ്ലിറ്റ്യൂഡ് മാറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് റിസൾട്ടിംഗ് വേവിൻ്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് കാരിയർ വേവിൻ്റെ പീക്ക് വാല്യൂ തന്നെയാണ്. അപ്പോൾ നമ്മൾ എഴുതി EFM ഈസ് ഈക്വൽ ടു EC. പിന്നെ സൈൻ വേവിൻ്റെ ഫോർമുല സൈൻ. ഇപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വന്നു, ഫ്രീക്വൻസിൻ്റെ എങ്ങനെ എഴുതും? നമുക്ക് ഈ വേവ് ഫോം ഒന്നും കൂടെ നോക്കാം. ഈ വേവ് ഫോമിൽ റിസൾട്ടിംഗ് വേവ് ഫോം എങ്ങനെയാണ് വരച്ചത്?
റിസൾട്ടിംഗ് വേവ് ഫോം വരച്ചത് ഇങ്ങനെയാണ്. അതായത് മെസ്സേജ് സിഗ്നൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ പീക്ക് വാല്യൂവിലേക്ക്, പോസിറ്റീവ് പീക്ക് വാല്യൂവിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടി വരുന്നു അല്ലേ. അതായത് കരിയർ വേവിൻ്റെ എന്തിലാണ് മാറ്റം വരുന്നത്? ഫ്രീക്വൻസിയിലാണ് മാറ്റം വരുന്നത്. ഏതിനനുസരിച്ചാണ് മാറ്റുന്നത്? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച്. മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം വാല്യൂവിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി കൂടി വന്നു. മെസ്സേജ് സിഗ്നലിൻ്റെ വാല്യൂ നെഗറ്റീവ് മാക്സിമത്തിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസിക്ക് എന്ത് വന്നു? ഫ്രീക്വൻസി കുറഞ്ഞു വന്നു. വീണ്ടും നിങ്ങൾ നോക്കുക, വീണ്ടും പോസിറ്റീവ് മാക്സിമത്തിലേക്ക് പോകുമ്പോൾ കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടി വന്നു അല്ലേ. അങ്ങനെ പിന്നീട് നെഗറ്റീവ് മാക്സിമത്തിലേക്ക് പോകുമ്പോൾ ആ കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വന്നു. അങ്ങനെ ഫ്രീക്വൻസി കൂടിയും കുറഞ്ഞുമുള്ള സെക്ഷനുകളായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫ്രീക്വൻസി മോഡുലേഷനിൽ റിസൾട്ടിംഗ് വേവ് ഫോം കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് വരുമ്പോൾ ഈസി എഴുതാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താ? കരിയർ വേവിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ ഒരു മാറ്റം വരുത്തുന്നില്ല, ഫ്രീക്വൻസിയിൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ കരിയർ വേവിൻ്റെ അതേ ആംപ്ലിറ്റ്യൂഡ് നമുക്കിവിടെ എഴുതാം. ഈസി സൈൻ ഓഫ് ഫ്രീക്വൻസി നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ ഒന്നെങ്കിൽ ഒമേഗ സി എഴുതി അല്ലേ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ എന്ത് മാറുന്നില്ല? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ഫ്രീക്വൻസി മാറുന്നില്ല. അതുകൊണ്ട് കരിയർ വേവിൻ്റെ അതേ ഫ്രീക്വൻസി തന്നെയാണ് അവിടെ എഴുതേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എന്താ? സൈൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഫ്രീക്വൻസി എഴുതിയാൽ ഇതൊരു കറക്റ്റായ ഫ്രീക്വൻസി ഉള്ള വേവ് ഫോം അല്ല. ചില സമയത്ത് ഫ്രീക്വൻസി കുറയുകയും ചില സമയത്ത് കൂടുകയും പിന്നീട് ചില സമയത്ത് കുറയുകയും കുറയുകയും അങ്ങനെ ഒരു കൂടുകയും കുറയുന്നതും ടൈപ്പിലുള്ളൊരു ഫ്രീക്വൻസി ഉള്ളൊരു വേവ് ഫോമാണ്. അപ്പോൾ ഞാൻ തൽക്കാലം എന്ത് എഴുതി? ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്നത് EC സൈൻ ഫങ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ. ഈ മെസ്സേജ് സിഗ്നലിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിക്കും കരിയർ വേവിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിൻ്റെയും ഫങ്ഷനായിട്ട് ഞാൻ എഴുതി. അപ്പം ഒന്നുകൂടെ നമ്മൾ നോക്കുക, ഫ്രീക്വൻസി മോഡുലേഷനിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? കരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയാണ് മാറ്റുന്നത്. എങ്ങനെയാണ് കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി മാറ്റുന്നത്? മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറുന്നതിനനുസരിച്ചാണ്. അതായത് ഒന്നും കൂടെ പറയാം, മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമത്തിലേക്ക് പോകുമ്പോൾ കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി കൊണ്ടുവരും. അതേപോലെ മെസ്സേജ് സിഗ്നലിൻ്റെ വാല്യൂ നെഗറ്റീവ് മാക്സിമത്തിലേക്ക് പോകുമ്പോൾ കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. അങ്ങനെ ഫ്രീക്വൻസി കൂടിയും ഫ്രീക്വൻസി കുറഞ്ഞതുമായ ഒരു വേവ് ഫോം പാറ്റേൺ ആണ് മോഡുലേറ്റഡ് വേവിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൽ ആംപ്ലിറ്റ്യൂഡിൽ ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ട പോലെ തന്നെ ആദ്യം നമ്മൾ രണ്ട് ഇൻപുട്ട് നമുക്ക് നോൺ വാല്യൂസാണ്, അതിൻ്റെ പീക്ക് വാല്യൂസൊക്കെ നമ്മളിവിടെ എഴുതി. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് റിസൾട്ടൻറ്റ് വേവ് ആണ്, അതായത് മോഡുലേറ്റഡ് വേവ് ആണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമ്മൾ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ EFM ഈസ് ഈക്വൽ ടു EC. ക്യാപിറ്റൽ EC എന്തുകൊണ്ടാണ് എഴുതിയത്? കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ നമ്മൾ ഒരു മാറ്റവും വരുത്തുന്നില്ല, ഫ്രീക്വൻസിയിൽ മാത്രമേ മാറ്റം വരുത്തുന്നുള്ളൂ. അപ്പം കരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ് മോഡുലേറ്റഡ് വേവിൻ്റെയും ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ EC നമ്മൾ എഴുതി. സൈൻ ഓഫ് ഫങ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം, അതായത് ഇതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിയുടെയും ഇതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിൻ്റെയും ഫംഗ്ഷനായിട്ടാണ് ഏത് വരുന്നത്? റിസൾട്ടിംഗ് വേവിൻ്റെ ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് എന്തുകൊണ്ടാണ് ഒരു ആംഗുലർ ഫ്രീക്വൻസി നമുക്ക് എഴുതാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ നമ്മളെ വേവ് ഫോം ചില സമയത്ത് എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസി കൂടുകയും ചില സമയത്ത് ഫ്രീക്വൻസി കുറയുകയും ചെയ്യുന്ന പാറ്റേൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. ഈ ഫ്രീക്വൻസിയുടെ ഫംഗ്ഷൻ എന്നുള്ളത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അതായത് ടൈം ആക്സിസിൽ ഈ നേരത്തെ കണ്ട ഈ ഒരു ആക്സിസിൽ നമ്മൾ ഇവിടെ മുതൽ അങ്ങേ എൻഡ് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു ആവറേജ് ഫ്രീക്വൻസി കിട്ടും ഇൻ്റഗ്രേഷൻ ചെയ്ത് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഒമേഗ DT, അതായത് ആ ടൈം ആക്സിസിലുള്ള ആംഗുലർ ഫ്രീക്വൻസിനൊക്കെ ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. പക്ഷേ ഈ ഒമേഗ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഒമേഗ ഓഫ് കാരിയർ വേവ് പ്ലസ് ചേഞ്ച് ഇൻ ഒമേഗ. ഈ ചേഞ്ച് ഇൻ ഒമേഗ എങ്ങനെ വരും? നമുക്ക് നോക്കാം ഒന്നും കൂടെ. അതായത് ഈ വേവ് ഫോമിൽ ഒന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു സൈനിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നൽ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമത്തിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി ആഡ് ചെയ്യും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? 0ലേക്ക് വരുമ്പോൾ വീണ്ടും ഫ്രീക്വൻസി കുറഞ്ഞു, നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി വളരെ കുറഞ്ഞു, വീണ്ടും പോസിറ്റീവിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസി കൂടി വരും.
അപ്പോൾ എന്തിലാണ് മാറ്റം വരുന്നത്? കരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയിലാണ് മാറ്റം വരുന്നത്. കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? ഒമേഗ സി അല്ലേ. ഇനി ഡെൽറ്റ ഒമേഗ എങ്ങനെ ഫ്രീക്വൻസി വരുന്നത്? സൈനിൻ്റെ വാല്യൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 0 to π ആണ് ഈ ദൂരം ഈ ടൈം ആക്സസിൽ അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? സൈൻ 180 സൈൻ 0 മുതൽ സൈൻ 180 വരെ എടുത്താൽ സൈനിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഇനി 180 to 360 എടുത്തു കഴിഞ്ഞാൽ സൈനിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവാണ് അല്ലേ. അതായത് 0 to π വരെ എടുത്തു കഴിഞ്ഞാൽ സൈനിൻ്റെ വാല്യൂ പോസിറ്റീവും 180 to 360 എടുത്തു കഴിഞ്ഞാൽ സൈനിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് നോക്കാം. ഈ ചേഞ്ച് എങ്ങനെയാണ്? 0 to 180 പോകുന്ന സമയത്ത് സൈനിൻ്റെ വാല്യൂ, അതായത് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ കരിയർ വേവിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകും. സൈനിൻ്റെ വാല്യൂവിനനുസരിച്ച് ആഡ് ചെയ്ത് പോകും. ഇനി 180 to 360 ആണെങ്കിൽ എന്ത് ചെയ്യും? ഈ സൈനിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. അപ്പോൾ ഈ ഒമേഗ കരിയർ വേവിൻ്റെ ആംഗുലർ ഫ്രീക്വൻസിന്ന് മൈനസ് ചെയ്ത് പോകും അല്ലേ. അപ്പോൾ സൈൻ 90 എന്ന് പറയുന്നത് നമുക്കറിയാം, സൈൻ 90ക്കാണ് മാക്സിമം വാല്യൂ വരുന്നത്. എത്രയാണ് സൈൻ 90 എന്ന് പറയുന്നത്? സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ആംഗുലർ ഫ്രീക്വൻസി റിസൾട്ടിങ് വേവിൻ്റെ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ എപ്പോഴായിരിക്കും? സൈൻ 90 ആവുന്ന സമയത്തായിരിക്കും. പിന്നെ അത് കുറഞ്ഞു വന്ന് നമുക്കറിയാം സൈൻ 270 എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഒമേഗ സി മൈനസ് ഡെൽറ്റ ഒമേഗ എന്നാണ് നമുക്ക് കിട്ടിയ. അപ്പോൾ എന്ത് സംഭവിക്കും? മൈനസ് പീക്ക് വാല്യൂ, ഇതാണ് 270 എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റിലാണ് ഫ്രീക്വൻസി ഏറ്റവും കുറവ് വരുന്നത്. കാരണം എന്താ? ഒമേഗ സി മൈനസ് ഡെൽറ്റ ഒമേഗയാണ് അവിടെ കിട്ടുക. അപ്പോൾ സൈനിൻ്റെ വാല്യൂ അനുസരിച്ച് ഫ്രീക്വൻസി കൂടുകയും കുറയുകയും ചെയ്യും. 0 to 180 ഈ ഒമേഗ സി കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി ഒമേഗ സി പ്ലസ് ഡെൽറ്റ ഒമേഗയും നമുക്കൊന്ന് ഇവിടെ എഴുതി വെക്കാം. 0 to 180 എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? ഒമേഗ സി പ്ലസ് ഒരു ടേം വരും. ഡെൽറ്റ ഒമേഗ എന്ന് പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ വാല്യൂ സൈനിൻ്റെ വാല്യൂവിനനുസരിച്ച് മാറിക്കൊണ്ട് നിൽക്കും. ഇനി എന്ത് സംഭവിക്കുന്നത്? 180 to 270 എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? ഒമേഗ സി മൈനസ് ഇവിടെ കിട്ടുന്ന വാല്യൂ അല്ലേ. അപ്പോൾ എന്താ പറയുക, ഫ്രീക്വൻസി കുറഞ്ഞു വരും. 0 to 180 ഫ്രീക്വൻസി ആംഗുലർ ഫ്രീക്വൻസി കൂടിയും 180 to 270 ആംഗുലർ ഫ്രീക്വൻസി കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ ഒരു ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഡെറിവേഷൻ പഠിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എങ്ങനെ എഴുതുക? ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ സി പ്ലസ് ഡെൽറ്റ ഒമേഗ സൈൻ ഒമേഗ എം ടി. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച്, മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ സൈൻ വാല്യൂവിനനുസരിച്ച്, ആംഗുലർ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും? ഒമേഗ സി കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ അതവിടെ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒമേഗ ആൻഡ് ഇക്വേഷൻ ഈ ഇൻ്റഗ്രേഷൻ്റെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എഴുതി എഫ്, ഇതേ സ്റ്റെപ്പ് തന്നെ താഴെ എഴുതി എഫ് ഓഫ് ഒമേഗ സി ഒമേഗ എം ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഒമേഗ സി ഡി ടി. അതായത് ഈ ഒരു പാർട്ടിനെ, 2 പാർട്ടാണിത്, ഈ ഒരു പാർട്ടിനെ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എഴുതി ഒമേഗ സി ഡി ടി പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് ഡെൽറ്റ സൈൻ ഒമേഗ എം ടി ഡി ടി. സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ. കോമൺ ആയി എഴുതുന്നതിന് വരെ 2 ടൈമിനെയും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി നമുക്ക് ടൈമിനെ വെച്ച് നോക്കുമ്പോൾ ആംഗുലർ ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്? മാറുന്നില്ല. അപ്പോൾ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഒമേഗ സീനെ നമ്മൾ പുറത്തെടുത്തു, ഇൻ്റഗ്രൽ ഓഫ് ഡി ടി എന്ന് എഴുതി. ഇവിടെ ഡെൽറ്റ ഒമേഗനെ നമ്മൾ ഇൻ്റഗ്രേഷന് പുറത്തെടുത്തു, ഡെൽറ്റ ഒമേഗ ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ എം ടി ഡി ടി എഴുതി. ഇൻ്റഗ്രൽ ഓഫ് ഡി ടി എന്ന് പറയുന്നത് ടി ആണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒമേഗ സി ഇൻറ്റു ടി എന്ന് എഴുതി പ്ലസ് ഡെൽറ്റ ഒമേഗ. സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് ആണ്. അപ്പോൾ നമുക്ക് സൈൻ ഒമേഗ ടി ഒമേഗ എം ടി എന്ന് പറയുന്നതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് കോസ് ഒമേഗ എം ടി ഡിവൈഡഡ് ബൈ ഒമേഗ എം ആണ് അല്ലേ. ഇൻ്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് സൈൻ ടി ആണെങ്കിൽ നമുക്ക് കോസ് ടി എന്ന് എഴുതാൻ പറ്റുമായിരുന്നു. ഇവിടെ ഒമേഗ എം ടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് കോസ് ഒമേഗ എം ടി ഡിവൈഡഡ് ബൈ ഒമേഗ എം എന്ന് എഴുതി. ഈ മൈനസ് സൈന് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഒമേഗ സി ടി മൈനസ് ഡെൽറ്റ ഒമേഗ, ഈ ഒമേഗ എമ്മിനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, ഒമേഗ എം കോസ് ഒമേഗ എം ടി എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പിൽ ഈ ഒമേഗ സി ടിനെ അതേപോലെ തന്നെ അവിടെ വെച്ചു. ഡെൽറ്റ ഒമേഗ നമുക്കറിയാം, ഒമേഗയ്ക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് 2πf. അപ്പോൾ ഒമേഗ എന്ന് പറയുന്നത് 2πf ആണെങ്കിൽ ഡെൽറ്റ ഒമേഗ എന്ന് പറയുന്നത് 2π ഡെൽറ്റ എഫ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 2π ഡെൽറ്റ എഫിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡെൽറ്റ ഒമേഗയ്ക്ക്. അതേപോലെ ഒമേഗ എമ്മിനെ നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 2πf എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി കോസ് ഒമേഗ എം ടി നമ്മൾ അതുപോലെ തന്നെ എടുത്ത് എഴുതി.
അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, ഒമേഗ സി ടി അതുപോലെ തന്നെ എഴുതി, മൈനസ് ഈ രണ്ട് 2πയും നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. അപ്പം ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് എം കോസ് ഒമേഗ എം ടി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ കിട്ടിയത്, എഫ് ഓഫ് ഒമേഗ സി ഒമേഗ എം ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് എന്താ വേണ്ടത്, ശരിക്കും ഈ എഫ് എം ആണ് വേണ്ടത്. ഈ എഫ് എം എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറിലുണ്ട്. ഈ എഫ് എം എന്ന് പറയുന്നത് ഇ സി സൈൻ ഫംഗ്ഷൻ, ഈ ടേമാണ് നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ ഒരു ടേം നമ്മൾ ആ മെയിൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ എഫ് എം ഈസ് ഈക്വൽ ടു ഇ സി സൈൻ, പിന്നെ ഈ ഒരു ടേം എഴുതുക അല്ലേ, ഒമേഗ സി ടി മൈനസ് ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് എം കോസ് ഒമേഗ എം ടി. അപ്പോൾ ഇതാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവിൻ്റെ ഇക്വേഷൻ അല്ലേ. ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഡെറിവേഷൻ നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. റിസൾട്ടിങ് മോഡുലേറ്റഡ് വേവ് അല്ലെങ്കിൽ റിസൾട്ടിങ് വേവ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതി, ഇ എഫ് എം ഈസ് ഈക്വൽ ടു ഇ സി സൈൻ ഫംഗ്ഷൻ ഓഫ് ഒമേഗ സി ഒമേഗ എം ആണ്. കാരണം എന്താ, ഈ ഫ്രീക്വൻസി എല്ലാ പോയിന്റിലും ഒരുപോലെയല്ല. ചില സ്ഥലത്ത് ഫ്രീക്വൻസി കൂടിയും ചില സമയത്ത് ഫ്രീക്വൻസി കുറവും, ചില സമയത്ത് ഫ്രീക്വൻസി കൂടിയും കുറവും, അങ്ങനെയുള്ള പാറ്റേൺ ആയിട്ടാണ് ഈ വേവ് ഫോം കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയത്. ഇ സി എന്തുകൊണ്ടാണ് ഇവിടെ എഴുതിയത്, കരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്, ആംപ്ലിറ്റ്യൂഡിൽ ഒരു ചേഞ്ചും വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഇ സി ഡയറക്റ്റ് അങ്ങനെ എഴുതിയത്. അപ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കി അതിന് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈം ആക്സിസിൽ നമ്മൾ അങ്ങ് ഇൻറ്റഗ്രേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻറ്റഗ്രേഷൻ നമ്മൾ എഴുതി. ഇനി എന്താണ് ഈ ഒമേഗ എന്ന് പറയുന്നത്, കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി കൂടുകയും കുറയുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ കൂടാനും കുറയാനുള്ളൊരു ടേം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതെങ്ങനെയാണ്, കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി പ്ലസ് ഡെൽറ്റ ഒമേഗ സൈൻ ഒമേഗ എം ടി അല്ലേ. ഒമേഗ എം ടി എന്ന് പറയുന്നത് എന്താ, ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ലോ ഫ്രീക്വൻസി സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലാണ്. മെസ്സേജ് സിഗ്നലിൻ്റെ സൈൻ ആംഗുലർ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യണം എന്ത്, കരിയർ വേവിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾ അറിയാം, നമുക്ക് സൈനിൻ്റെ വാല്യൂ 0 to 180 ആവുകയാണെങ്കിൽ മെസ്സേജ് സിഗ്നലിൻ്റെ വാല്യൂ കരിയർ വേവിൻ്റെ വാല്യൂ കൂടും. അതേപോലെ സൈനിൻ്റെ വാല്യൂ സൈനിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 180 to 270 ആണെങ്കിൽ മെസ്സേജ് കരിയർ വേവിൻ്റെ ഫ്രീക്വൻസി ആംഗുലർ ഫ്രീക്വൻസി എന്ത് ചെയ്യും, കുറയും അല്ലേ. ആ വേരിയേഷൻ നമുക്ക് ഈ ഇക്വേഷൻ നിന്ന് പഠിക്കും. ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, ഡെഫിനേഷനായിട്ട് നോക്കുമ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ അതിനനുസരിച്ചാണ് മാറുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. ഈ ഒമേഗ എം മാറുന്നതിനനുസരിച്ചാണ് ഇത് മാറുന്നത്. നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തു, ഈ ഇക്വേഷനിൽ ഇൻ്റഗ്രൽ ഓഫ് ഒമേഗ ഡി ടി എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന് രണ്ട് ടേം ഉണ്ട്, അപ്പം രണ്ടിനെ സെപ്പറേറ്റ് ഇൻ്റഗ്രേഷൻ ആയിട്ട് എടുത്തു. ഒമേഗ സി ഡി ടീനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ടൈമിൻ്റെ ടേം ഇല്ലാത്തതുകൊണ്ട് പുറത്തെടുത്തു. ഡി ടീനെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ടി കിട്ടി. അതേപോലെ ഡെൽറ്റ ഒമേഗ അതിൽ ടൈമിൻ്റെ ടൈം ഇല്ലാത്തതുകൊണ്ട് അതിനെ പുറത്തെടുത്തു. സൈൻ ഒമേഗ എം ടി ഡി ടീനെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തു. അപ്പം മൈനസ് കോസ് ഒമേഗ എം ടി ഡിവൈഡ് ബൈ ഒമേഗ എം കിട്ടി. അപ്പം ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തു. ഒമേഗക്ക് വരെ നമ്മൾ 2πf സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2π ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ 2πf എന്ന് കിട്ടി. 2πയും ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പഴയ ആദ്യം കണ്ടുപിടിച്ച മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷനിലേക്ക് നിങ്ങൾ വീണ്ടും ഈ ഇപ്പം കിട്ടിയ ഇക്വേഷൻ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിൻ്റാണ് നമ്മളിതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് അല്ലേ. കരിയർ വേവിൻ്റെ ഫ്രീക്വൻസിനോടുകൂടി മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ ആഡ് ചെയ്ത് പോവുകയും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ മൈനസ് ചെയ്തും പോകുന്ന രീതിയിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ 90 ഡിഗ്രിയിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഫ്രീക്വൻസി വളരെ കൂടുതലായിരിക്കും. അതായത് സൈൻ 90 എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ്. അപ്പോൾ ഒമേഗ സി പ്ലസ് ഡെൽറ്റ ഒമേഗ എന്ന് നമുക്ക് കിട്ടും. അതേപോലെ 270 എത്തുമ്പോൾ -1 ആണ്. അപ്പോൾ ഒമേഗ സി മൈനസ് ഡെൽറ്റ ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ അത് രണ്ടും ഡിഫറൻസ്, അതായത് ഒമേഗ സീനോട് പ്ലസ് ഡെൽറ്റ ഒമേഗയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. ഒമേഗ സീനെ മൈനസ് ഡെൽറ്റ ഒമേഗ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി വളരെ കുറവാണ്. അങ്ങനെ ഫ്രീക്വൻസി കുറവും കൂടുതലുമായിട്ടുള്ള വേവ് ഫോമായിട്ടാണ് നമുക്കത് കിട്ടുന്നതെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ ഇക്വേഷൻ കഴിഞ്ഞു, ഡെറിവേഷൻ കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് എം, അതായത് ഈ ഒരു ടേം നമ്മൾ എന്താക്കി എടുക്കുന്നു, ഇതിൽ മോഡുലേഷൻ ഇൻഡെക്സ് ആക്കി എടുക്കുന്നു. നേരത്തെ കേസിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ഇ എം ഡിവൈഡഡ് ബൈ ഇ സി എന്നാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷന് നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിച്ചത്. പക്ഷേ ഈ കേസിൽ നമ്മൾ ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ എഫ് എം എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത്
മോഡുലേഷൻ മോഡുലേറ്റിംഗ് ഇൻഡെക്സ് ആയി നമ്മൾ എടുക്കുന്നത്. അതായത് ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. അതാണ് അതിൻ്റെ എക്സ്പ്രഷൻ. ഡെൽറ്റ എഫ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻ, അതായത് ചേഞ്ചസ് ആണ് നമ്മൾ സാധാരണ ഡെൽറ്റ വെച്ച് ഡിനോട്ട് ചെയ്യല്. അപ്പോൾ ഫ്രീക്വൻസി ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയാണ് എഫ് എം എന്ന് പറയുന്നത്. ഇനി ഫൈനലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഇക്വേഷന് മാറ്റി എഴുതി. അങ്ങനെ ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ എഫ് എമ്മിനെ നമ്മൾ എന്ത് ചെയ്യും, മോഡുലേഷൻ ഇൻഡെക്സ് ആക്കി എടുത്ത് ഇ എഫ് എം ഈസ് ഈക്വൽ ടു ഇ സി സൈൻ ഒമേഗ സി ടി മൈനസ് എം കോസ് ഒമേഗ എം ടി എന്ന് നമ്മൾ ആക്കി. ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്, അടുത്തതായി നമുക്ക് ഫ്രീക്വൻസി സ്പെക്ട്രം എന്താണെന്ന് നോക്കാം. ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് എം ഇൻറ്റു എഫ് എം ആണ്. നമ്മൾ ആദ്യം എം ഈസ് ഈക്വൽ ടു 1, അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എഫ് ഈസ് ഈക്വൽ ടു എഫ് എം എന്ന് നമുക്ക് എഴുതാം. എം ഈസ് ഈക്വൽ ടു 2 എന്നാണെങ്കിൽ ഡെൽറ്റ എഫ് ഈസ് ഈക്വൽ ടു 2 എഫ് എം എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതി വെച്ചിട്ടാണ്, മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രീക്വൻസി സ്പെക്ട്രം വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം എഫ് സി എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ മോഡുലേഷൻ ഇൻഡെക്സ് 0 ആകുമ്പോൾ, എം ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കറിയാം, മോഡുലേഷൻ ഇൻഡെക്സ് 0 ആണെങ്കിൽ ഈ വാല്യൂ നമുക്ക് ഇ സി സൈൻ ഒമേഗ സി ടി എന്ന് മാത്രം ഇക്വേഷൻ വരും. ഈ ടേം നമുക്ക് 0 ആയി പോകും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്കിവിടെ കിട്ടും. അതിനുശേഷം എം ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ എം ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് സി പ്ലസ് എഫ് എം എന്നും അതേപോലെ എഫ് സി മൈനസ് എഫ് എം എന്നും എഴുതി. ഈ ഇക്വേഷൻ്റെ പ്രത്യേകത കൊണ്ട് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒരുപോലെ തന്നെ വരും. അതേപോലെ എം ഈസ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പം എഫ് സി പ്ലസ് 2 എഫ് എം, അതേപോലെ എഫ് സി മൈനസ് 2 എഫ് എം, അതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഒരുപോലെ വരും. അങ്ങനെയാണ് ഫ്രീക്വൻസി സ്പെക്ട്രം വരച്ചത്. നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ കേസിൽ നമുക്ക് അപ്പർ ബാൻഡും ഉണ്ടായിരുന്നു, ലോവർ ബാൻഡും ഉണ്ടായിരുന്നു. ആ ഒരു അപ്പർ ബാൻഡ് ലോവർ ബാൻഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ് ബാൻഡ് നമുക്ക് കിട്ടും. മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ അനുസരിച്ച് ഈ സൈഡിലേക്കും ഈ ഒരു സൈഡിലേക്കും നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻഫിനിറ്റ് ബാൻഡ് കിട്ടും. മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ അനുസരിച്ച്, അതായത് പ്ലസ് ആകുമ്പോഴും മൈനസ് ആകുമ്പോഴും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എന്ത് ചെയ്യും, സെയിം തന്നെയാണ് നമുക്ക് കിട്ടുക.